അപ്പോൾ ഇതാണ് ഷാനവാസ്കിൻ ടീച്ചറും ഈ വീടിനെ മനോഹരാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയ സ്ട്രെസ് റിലീഫിനും മറ്റൊക്കെ ഉപകരിക്കുന്ന അവരുടെ കേന്ദ്രം. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? എന്താ പറയുക, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ട്. രോഗങ്ങൾ വരാൻ സാധ്യതകളുണ്ട്, അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഒരു വിശ്വാസികൾ എന്നുള്ള അർത്ഥത്തിൽ പടച്ചോനെ സ്മരിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? ഏറ്റവും പ്രധാനം മനക്കരുത്താണ്. നമ്മളെ മനസ്സ് നമ്മളെ കയ്യിൽ നിന്ന് പോയാൽ നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. ഈ അയക്കേണ്ട പിരികൾ എന്നുള്ളൊരു ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. സ്ട്രെസ്സിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. എൻ്റെ സ്ട്രെസ്സ് മുഴുവനും പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് കുറച്ച് തന്നിട്ടുള്ള ഒരാളിതാണ്, നമ്മുടെ ജീവിതോപാധിയാണ്. അതേപോലെ തന്നെ എൻ്റെ ഉമ്മച്ചിയും കൂടിയാണ്. നമ്മൾ അവരെ അടുത്ത് നിന്നിട്ട് താടിക്ക് കൈയും വെച്ച് ഒരു പ്രയാസത്തോട് നിരാശരായി നിൽക്കുകയാണെങ്കിൽ അവർ നമ്മളെക്കാൾ എന്ത് ചെയ്യും, ഡൗൺ ആയി പോകും. എല്ലാ ആളുകളും ആദർശ ബന്ധുക്കൾ നമ്മളെ കുടുംബക്കാരെന്നും വിളിക്കുക, കാര്യങ്ങൾ അന്വേഷിക്കുക. അത് അൽഹംദുലില്ലാ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന ഈ രോഗങ്ങൾ മറച്ചു വെക്കുന്ന ആളുകളുണ്ട്. ഇവിടെ എല്ലാവരും പ്രയാസപ്പെട്ട് നിൽക്കുന്നതാണെങ്കിലും ഞങ്ങൾ അവിടെ എന്താണ് സന്തോഷത്തോടു കൂടിയാണ് നിന്നത് സത്യത്തിൽ. കാരണം ഒരു ഹോസ്പിറ്റലിൽ നിന്ന ഫീലിങ്സ് ഒന്നും നമുക്കുണ്ടായിട്ടില്ല. പക്ഷേ സ്കാനിങ് മെഷീൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ മാത്രമേ ഞാൻ ചിലപ്പോൾ ടൈപ്പ് ചെയ്യാതിരുന്നിട്ടുള്ളൂ. ഈ എഴുത്തായിരിക്കുമോ താങ്കളുടെ നിയോഗം? നിങ്ങളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ട് ഒരു ഫാമിലിയിലെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. നമ്മൾ അൽഹംദുലില്ലാ, ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത് ഇതിലൊരു വരിയെങ്കിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആർക്കെങ്കിലും ഒരു കൈത്താങ്ങ് ആവുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. പ്രകാശനം ചെയ്ത ഉടനെ തന്നെ കുറേ റിവ്യൂസ് നമുക്ക് കിട്ടി. ഇത് വായിച്ച് തുടങ്ങിയിട്ട് താഴെ വെക്കാൻ കഴിയാത്ത രൂപത്തിൽ ഒരു പുസ്തകം കുട്ടികൾക്ക് വേണ്ടി എഴുതണം എന്ന് ഞാൻ ആഗ്രഹിച്ചപ്പം പടച്ചോൻ തീരുമാനിച്ചത് ഈ പുസ്തകം എഴുതാനാണ്. ഇനിയും പൂക്കുന്ന ജീവിതം. 4 മാസത്തിന് ശേഷം വന്നു എന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര കാലമായി? ഇപ്പോൾ ഇന്ന് 2025 നവംബർ, കഴിഞ്ഞ ജനുവരിയിലാണ് ഇങ്ങോട്ട് വന്നത്. അടുത്ത ജനുവരി. ഇപ്പൊ കാർട്ടിസൽ തെറാപ്പി കഴിഞ്ഞിട്ട് 1 വർഷം പൂർത്തിയാവാണ് ഡിസംബർ 28 ആകുമ്പോൾ. ആ ഡിസംബർ 28 ആ തെറാപ്പിക്ക് ശേഷവും 1 മാസത്തോളം അവിടെ ഹോസ്പിറ്റലിൽ കിടന്നു. ശേഷം ഒരു 11 മാസത്തോളമായി ഇപ്പോൾ ഇവിടെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളതാണ്. വീട്ടിലേക്ക് എത്തിയ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ നല്ല പുരോഗതി ഉണ്ടോ, നല്ല മാറ്റം ഉണ്ടോ? ഒരുപാട് പുരോഗതി ഉണ്ട്. ഓ അൽഹംദുലില്ലാ, നല്ല മാറ്റമുണ്ട്. നമ്മള് ഭക്ഷണത്തിന് ഇപ്പോൾ ഈ കാർട്ടിസൽ തെറാപ്പീൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിന് ശേഷം വേറെ മെഡിസിനുകളില്ല. അവർ ഒരു ധൈര്യത്തിന് 1-2 ഗുളികകൾ തരുന്നുണ്ട്. ഡോക്ടർമാർ തന്നെ പറയുന്നത് കമ്പൽസറി അല്ല എന്ന് പറയും. അതിന് വേറെ മെഡിസിൻസ് ഒന്നുമില്ല, അതോടുകൂടി കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ കീമോതെറാപ്പിയുടെ യാതൊരു പ്രയാസവും കാർട്ടിസൽ തെറാപ്പിക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോർമൽ ജീവിതത്തിലേക്ക് വരാൻ കഴിയും. അപ്പോൾ നോർമൽ ഡയറ്റാണെങ്കിലും നമ്മളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ കുറച്ച് നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ അതെപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ആ നിലക്കൊന്ന് നമ്മൾ കെയർ ചെയ്തിട്ട് നമ്മളിപ്പോൾ അത്യാവശ്യം യാത്രകളും ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത മാസം സ്കൂളിലേക്ക് തിരിച്ചു കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ നിലക്കാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഫിസിയോതെറാപ്പി പോലെ എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളില്ല. ഇനിയിപ്പോൾ നമുക്കുള്ളത് വളരെ മൈന്യൂട്ടായ പ്രശ്നങ്ങളാണ്. ഈ നെർവുകളെ ബാധിച്ചിട്ടുള്ള മൈന്യൂട്ട് പ്രോബ്ലംസ് ആണ്. അപ്പോൾ അത് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഡെയിലി ജീവിതത്തിൽ ലൈഫിൽ നമ്മൾ നടക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത്, വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രോഗ്രസ് ആവേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് താല്പര്യമുള്ള കുറേ വിഷയങ്ങളിൽ ഇടപെട്ട് യഥാർത്ഥത്തിൽ ആരെങ്കിലും പറയുമ്പോഴാണ് ഞാനും ഇങ്ങനെ ഒരു ഫേസിലൂടെ കടന്നുപോയ ആളായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതല്ലാത്തതൊക്കെ നമ്മൾ ഒരു 43 വയസ്സ് വരെ എങ്ങനെയാണോ ജീവിച്ചത് ആ മൈൻഡിൽ ഇപ്പോൾ അങ്ങനെ തന്നെ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അവിടെ ഖുത്ബക്ക് വന്നിരുന്നു, ഒരുപാട് ട്രാവൽ ചെയ്തിട്ടാണ് വന്നത്. ഇനി പെട്ടെന്ന് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് അതേപോലെ തന്നെ ആ ജീവിതം അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അൽഹംദുലില്ലാ ഒരു റിലാപ്സ് ഒന്നും ഭയക്കാത്ത വിധം പൂർണ്ണമായി നമ്മുടെ ശരീരത്തിൻ്റെ ഒരവസ്ഥ പഴയ രീതിയിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിന് മൊത്തത്തിൽ പിന്നിലേക്ക് ആലോചിക്കുമ്പോൾ
എന്താ പറയുക, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടതിന് ശേഷം കാണുന്ന ആളുകൾക്ക് പടച്ചവൻ ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് നൽകുന്നത് നമുക്കറിയില്ല. രോഗങ്ങൾ വരാൻ സാധ്യതകളുണ്ട്, അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അത്തരം ഒരു ആളുകളോട്, ഒരു വിശ്വാസികൾ എന്നുള്ള അർത്ഥത്തിൽ പടച്ചവനെ സ്മരിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പ്രതിസന്ധികൾ വരുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ച് അർബുദം എന്ന് പറയുന്നത് ആരെയും തളർത്തുന്ന ഒരു അസുഖമാണ് എല്ലാ നിലക്കും. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഫിനാൻഷ്യലായിട്ടും ഒക്കെ തളർത്തുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ആരും ഒന്ന് പേടിച്ചു നിൽക്കും. ശരിക്കും ഈ അർബുദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും പ്രധാനം മനക്കരുത്താണ്. നമ്മളെ മനസ്സ് നമ്മളെ കയ്യിൽ നിന്ന് പോയാൽ നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. അത് ഇപ്പോൾ ക്യാൻസർ ഡേ എന്നൊക്കെ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡോക്ടർമാർ ബോധവൽക്കരണം നടത്തുന്ന വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയാണ്. നമ്മൾ അതിനെക്കുറിച്ച് പേടിച്ച് ഇനിയും അത് വരുമല്ലോ എന്ന് ഭയപ്പെട്ട് അങ്ങനെ കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ആ സാധനം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളെ സെല്ലുകളെ വീണ്ടും ബാധിക്കുകയും നമ്മൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകാനും ചിലപ്പോൾ കാരണമാവും. അതുകൊണ്ട് നമ്മൾ മനസ്സിനെ കൈവിടാതെ, അതൊരു ചെറിയ ഒരു കാലഘട്ടം, നമ്മൾ പടച്ചോൻ നൽകിയ ഒരുപാട് ദിവസങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ വർഷങ്ങളിൽ ഒരു 1-2 വർഷം അത്രേ ഉണ്ടായിട്ടുള്ളൂ. അത് ആ നിലക്ക് കണ്ടിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും പടച്ചോനിൽ തവക്കുൽ ചെയ്തുകൊണ്ട് പിന്നെ നല്ല മനക്കരുത്തോടു കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെന്നുള്ളതല്ല, പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഇന്നിപ്പോൾ ഏത് ട്രെയിനിങ് ക്യാമ്പുകളിലും പറയണത് നമ്മളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടത്. ആരോഗ്യം മാത്രമായിരിക്കില്ല, സാമ്പത്തികമാവാം, പലതരത്തിലുള്ള സാമൂഹികാവസ്ഥകളാവാം ഒക്കെ പ്രയാസങ്ങൾ. ഇപ്പോൾ രോഗാവസ്ഥയിലുള്ള ആളുകളെ പോലെയോ അതിനേക്കാൾ കൂടുതലോ ഇത്തരം അവസ്ഥകൾ പ്രയാസപ്പെടുകയും ഒറ്റപ്പെടുകയൊക്കെ ചെയ്യുന്ന, കാരണം നമ്മൾ ഇതുവരെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്ന ഒരാൾ, അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ, അയാൾ ഇങ്ങനെ കിടപ്പിലാകുമ്പോൾ അല്ലെങ്കിൽ അയാൾ പെട്ടെന്ന് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം വരുമ്പോൾ, അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളോ കടന്നു പോകാനിരിക്കുന്ന ആളുകളോ കടന്നു പോയ ആളുകളോ ഒക്കെ ഇത് കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ പുസ്തകം വായിക്കുന്നുണ്ടാവും. അവരോട് ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാമീപ്യമാണ് ഇവർക്ക് ഏറ്റവും ആവശ്യം. നമ്മുടെ തലോടലും നമ്മുടെ സ്നേഹവാക്കുകളും. കാരണം നമ്മൾ അവരെ അടുത്ത് നിന്നിട്ട് താടിക്ക് കൈയും വെച്ച് ഒരു പ്രയാസത്തോട് നിരാശരായി നിൽക്കുകയാണെങ്കിൽ അവർ നമ്മളെക്കാൾ എന്ത് ചെയ്യും, ഡൗൺ ആയി പോകും. അപ്പം നമ്മളെന്താണ് ആ സമയത്തൊക്കെ പുഞ്ചിരിച്ചു കൊണ്ട് ഒന്നുമല്ല, അങ്ങനെ നമുക്കെന്താണ് തരണം ചെയ്യാൻ സാധിക്കണം. അതിനെനിക്ക് അവിടെ തന്നെ അമൃത ഹോസ്പിറ്റലിൽ കുറേ എല്ലാവർക്കും ക്ലാസ് എടുക്കാൻ പോക്കേനും പണി. കാരണം പല സ്ഥലങ്ങളിലും ബൈസ്റ്റാൻഡർ എന്ന് പറഞ്ഞാൽ ഉമ്മയായിരിക്കും, ചിലപ്പോൾ മകൾക്ക് വന്നിട്ട് ഉമ്മയായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അച്ഛന് വന്നിട്ട് ഭാര്യ ആയിരിക്കും. അങ്ങനെ കിടക്കുന്ന സ്ഥലത്ത് എല്ലാവരും എന്താണ് ഇങ്ങനെ പ്രയാസപ്പെട്ടിട്ട് ഇനി എന്ത് ചെയ്യും എന്നുള്ള സ്ഥലത്ത് അവിടെ പോയിട്ട് അവർക്കൊക്കെ എന്താണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ പതറിയാൽ അവർ എന്ത് ചെയ്യും, പതറിപ്പോകും. അതുകൊണ്ട് നമ്മൾ മനക്കരുത്തോട് കൂടിയിട്ട് തരണം ചെയ്യാൻ വേണ്ടി നല്ല രൂപത്തിൽ എന്ത് ചെയ്യണം, നമുക്ക് നിൽക്കാൻ സാധിക്കണം എന്നുള്ള രൂപത്തിൽ ഉപദേശങ്ങൾ കൊടുക്കുകയും അതേപോലെ തന്നെ നല്ല സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിന് ശേഷമുള്ള ഒരു ജീവിതമാണല്ലോ, ഒരു വർഷത്തോടെ ഹോസ്പിറ്റൽ ലൈഫ് കഴിഞ്ഞു, നമ്മൾ റിക്കവറി, ഇങ്ങനെ പുതിയ ഒരു റിഹാബ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉള്ള ജീവിതക്രമങ്ങളും ഷെഡ്യൂളുകളും ചിട്ടകളും പരിചരണങ്ങളും അതൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ വീട്ടിൽ 2 പേരും മാത്രമാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. മക്കൾ 2 പേരും 3 പേരും ഇവിടെ ഇല്ല, വീട്ടിൽ 3 പേരും ഇല്ല. 2 ആളുകൾ ഹിഫ്ള് കോഴ്സിന് കോഴിക്കോട് ഒരു സ്ഥാപനത്തിൽ, സ്കൂൾ അടക്കമുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിക്കുകയാണ്. മൂത്ത മകൾ നിക്കാഹ് കഴിഞ്ഞ് വരൻ്റെ വീട്ടിലാണ്. അതും അൽഹംദുലില്ലാ ഈ സമയത്ത് തന്നെ ആയിരുന്നു കേട്ടോ. മകളെ കല്യാണം കഴിച്ച് അവളെ നല്ലൊരു സ്ഥലത്ത്, അതും സേഫ് ആയിട്ട് തന്നെ. മക്കൾ 2 പേരും ആദ്യത്തെ ആ സമയത്താണ് നിക്കാഹ് കഴിഞ്ഞത്. അപ്പോൾ അവള് അവിടുത്തെ മംഗലാപുരത്ത് പഠിച്ച് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നിക്കാഹ് കഴിഞ്ഞ്. അപ്പം അൽഹംദുലില്ലാ ഒരാളെ കയ്യിൽ നമ്മൾ ഏൽപ്പിച്ച് കൊടുത്തപ്പോൾ നമുക്കും സമാധാനമായിട്ട് 4 മാസത്തോളം അവിടെ തന്നെയായിരുന്നു. നിക്കാഹ് കഴിഞ്ഞ് അങ്ങനെ തന്നെ അവർ കൂട്ടിയതാണ്. മക്കളാണെങ്കിൽ അവിടെ പഠിച്ചത് കൊണ്ട് അതും അൽഹംദുലില്ലാ മക്കളെ കാര്യത്തിൽ നമുക്ക് എന്തില്ല, വിഷമം ഉണ്ടായിട്ടില്ല. നല്ലൊരു കാര്യത്തിൽ അതും പ്രാർത്ഥിച്ചു പഠിച്ചവനോട് നല്ലൊരു കാര്യത്തിനാണ് മക്കളെ പറഞ്ഞയച്ചത് പഠിച്ചവനെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രയാസത്തിൽ മക്കൾക്ക് ഒരു ഇതുണ്ടാക്കരുതേ എന്നുള്ള രൂപത്തിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം കുട്ടികളുടെ കാര്യത്തിൽ നമുക്കൊരു ടെൻഷനില്ല. പിന്നെ അയൽവാസികളാണെങ്കിൽ എല്ലാവരും സപ്പോർട്ടാണ്. എല്ലാവരും വീട് നോക്കാനും നമ്മളെ കാര്യങ്ങൾ നോക്കാനും. പിന്നെ നമുക്കുണ്ടായെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സംഘടനയുടെ
ശക്തി തന്നെയാണ്. എല്ലാ ആളുകളും മദർശ ബന്ധുക്കൾ നമ്മളെ കുടുംബക്കാരെന്നും വിളിക്കുക, കാര്യങ്ങൾ അന്വേഷിക്കുക. അത് അൽഹംദുലില്ലാ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന ഈ രോഗങ്ങൾ മറച്ചു വെക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ രോഗം വരുമ്പോൾ ആരോട് പറയാതെ മറച്ചു വെച്ച് ചിലപ്പം ആളുകളെ കാണിക്കാതെ, അത് നമുക്ക് എന്താണ് ഒരു മനോധൈര്യം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നും നമ്മളവിടെ ഇവിടെ എല്ലാവരും പ്രയാസപ്പെട്ട് നിൽക്കുന്നതാണെങ്കിലും ഞങ്ങളവിടെ എന്താണ് സന്തോഷത്തോടു കൂടിയാണ് നിന്നത് സത്യത്തിൽ. കാരണം ഒരു ഹോസ്പിറ്റലിൽ നിന്ന ഫീലിങ്സ് ഒന്നും നമുക്കുണ്ടായിട്ടില്ല. പിന്നെ ഇവരെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാം വെളിച്ചം പുസ്തകങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോയത്. 3-4 പുസ്തകങ്ങളൊക്കെ ആയിട്ടും പിന്നെ എല്ലാ ഓൺലൈൻ മീറ്റിങ്ങൾ പങ്കെടുക്കുകയും അങ്ങനെ എല്ലാത്തിലും മുഴുകിക്കൊണ്ട് തന്നെ ആദർശ സംഘത്ത് സജീവരായിരുന്നു രണ്ടുപേരെന്നുള്ളതാണ്. ഇപ്പോൾ ഷാനവാസ്ക ISM സംസ്ഥാന കമ്മിറ്റിയിലും അതേപോലെ തന്നെ ടീച്ചർ MGM-ന്റെ ജില്ലാ കമ്മിറ്റിയിലും ഒക്കെ വളരെ സജീവമായിട്ട് സംസ്ഥാന കമ്മിറ്റിയിലും വളരെ. അതുകൊണ്ട് എന്താ വെച്ചാൽ അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ ആശുപത്രിയിലായിരുന്നിട്ട് പോലും നമുക്ക് ഇതിനെക്കുറിച്ച് ഓർത്ത് കുറച്ച് സമയം ദുഃഖിച്ചിരിക്കണം എന്ന് തോന്നിയിട്ടില്ല. നമ്മൾ ഫുള്ള് ഹാപ്പി ആയിരുന്നു. അപ്പോൾ ആളുകൾ ചിലപ്പോൾ നമ്മളെക്കുറിച്ച് വല്ലാതെ പ്രയാസപ്പെട്ട് ചിന്തിച്ചിട്ടുണ്ടാവും. വേദനയും ചികിത്സയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തോടി പോകുന്നുണ്ട്. പക്ഷേ അത് ഒരു ഘട്ടത്തിൽ നമുക്ക് അള്ളാഹു നൽകിയതാണ്. അതിനെക്കുറിച്ച് നമ്മൾ ദുഃഖിച്ചിരുന്നിട്ട് ആ സമയം നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, കളയേണ്ടതില്ല. നമുക്ക് ഒരുപാട് വർക്കുകൾ ആ സമയത്തും ചെയ്യാണ്ടെന്നുള്ളതാണ്. കുറച്ചവൻ്റെ വഴിയിൽ സമയം മാറ്റിവെക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രത്യേക പ്രിവിലേജാണ്. അതുകൊണ്ട് ഒരു ദിവസം പോലും നമ്മൾ കരഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഈ പുസ്തകത്തിലേക്ക് വരുന്നത് ഫേസ്ബുക്കിലൂടെയാണ്. അപ്പോൾ ആ സമയത്തും നമ്മൾ ഓരോ ദിവസവും ഇനി എന്താണ് ആളുകളോട് പറയാനുള്ളതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ സ്കാനിങ് മെഷീൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ മാത്രമേ ഞാൻ ചിലപ്പോൾ ടൈപ്പ് ചെയ്യാതിരുന്നിട്ടുള്ളൂ. അതല്ലാത്ത സമയത്തൊക്കെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ എല്ലാ എഴുത്തും ഫോണിലാണ്. അപ്പോൾ ഫോണിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിലും ബോധമുള്ള സമയത്തൊക്കെ നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഫേസ്ബുക്ക് എഴുത്തുകളാണ് പിന്നീട് പുസ്തകത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഫേസ്ബുക്ക് എഴുത്തുകൾ എങ്ങനെയാണ് തുടങ്ങാനുള്ള ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? ഫേസ്ബുക്കിൽ എന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന വിഷയങ്ങൾ ഞാൻ നേരത്തെ ഫേസ്ബുക്കിൽ എഴുതി വരാറുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പിന്നെ ഒരുപക്ഷെ എന്നെപ്പോലെ ഒരുപാട് ആളുകളുണ്ടാവും. എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അലോപ്പതി ചികിത്സകളെക്കുറിച്ചും ഈ രോഗാവസ്ഥയെക്കുറിച്ചൊക്കെ എല്ലാവരുടെയും വ്യൂ ഓഫ് പോയിൻ്റ് ഒന്നായിരിക്കൊള്ളുന്നില്ല. പക്ഷേ നമുക്ക് നമ്മളുടെ അവസ്ഥ വെച്ചിട്ട് ചിന്തിക്കാമല്ലോ. അപ്പോൾ ആർക്കെങ്കിലും ഒരു ആശ്വാസം, ഇന്ന സമയത്ത് ഞാൻ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പുറത്ത് പറഞ്ഞാൽ ആ അവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ആശ്വാസമാകുമല്ലോ, ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ചില അവസ്ഥകളും അതിൽ നമ്മളുടെ മാനസികാവസ്ഥയും അല്ലല്ല നേരത്തെ MVR തന്നെ നമ്മൾ എഴുതി തുടങ്ങി. ഫസ്റ്റ് സ്റ്റേജ് മുതൽ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എഴുതി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഫേസ്ബുക്കിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് കുറച്ച് കഴിയല്ലോ അതൊന്ന് കത്തി കയറണമെങ്കിൽ. അപ്പോൾ നന്നായിട്ട് കത്തി കയറിയപ്പോൾ ആളുകൾ പിന്നെ ഇത് ഒരു കമൻ്റ് ഇപ്പോഴും എന്നെ സ്ട്രൈക്ക് ചെയ്യുന്നത്, ഈ എഴുത്തായിരിക്കുമോ താങ്കളുടെ നിയോഗം എന്ന് ആളെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, നമുക്ക് ഈ ഒരു അവസ്ഥ പടച്ചോൻ തന്നത് വേറെ ഒരുപാട് അതെ. ഒരാൾ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ട് ഒരു ഫാമിലിയിലെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. നമ്മൾ അൽഹംദുലില്ലാ ഇതുകൊണ്ട് രോഗാവസ്ഥ മാത്രമല്ല വേറെ കുടുംബ പ്രശ്നം വരെ പരിഹരിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ നമുക്ക് വല്ലാത്തൊരു മോട്ടിവേഷനാണ്. പഠിച്ച നമ്മളെങ്ങനെ പല രീതിയിലായിരിക്കും പഠിച്ച നമ്മളെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കുക, നമ്മളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ഇതൊരു പുസ്തകമാക്കിയാൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ഇത് ക്രോഡീകരിക്കണം എന്നൊക്കെ ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് എഴുത്തുകളൊക്കെ നമ്മൾ ഒരുപാട് ഫോർവേഡ് ഇങ്ങനെ വരുന്നുണ്ട്, നമ്മളൊക്കെ വായിക്കുന്നുണ്ട്, അതിലൂടെ ഒരുപാട് ആൾക്ക് ഇത്തരത്തിൽ ഉപകാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് ഒരുപാട് എഴുത്തുകൾ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവ ക്രോഡീകരിച്ചുകൊണ്ടൊരു പുസ്തകമാക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് എത്തിയപ്പോഴാണ് ഈ പുസ്തകത്തിലുള്ള എല്ലാ എഴുത്തുകളും ആ രോഗസമയത്ത് എഴുതിയതാണോ അതോ അതിന് ശേഷം ഓർത്തിരുന്ന് എഴുതിയ കാര്യങ്ങളുണ്ടോ? അല്ല, ഇതിൻ്റെ കണ്ടന്റ് യഥാർത്ഥത്തിൽ FB പോസ്റ്റുകൾ തന്നെയാണ്. അതിന് FBയിൽ നമ്മൾ എഴുതുമ്പോൾ ആ സമയത്തുള്ള കുറച്ച് വിശദാംശങ്ങൾ മാത്രം നമ്മൾ ചുരുക്കി എഴുതി അങ്ങനെ പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതൊന്നുകൂടി നമ്മൾ എന്ത് ചെയ്തു, വികസിപ്പിച്ചു, എലാബറേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ കൂടി അതിൽ ഉൾക്കൊള്ളിച്ചു. ആയത്തുകളുണ്ട്, ഹദീസുകളുണ്ട്, പിന്നെ അങ്ങനെ കുറേ കോട്ടിങ്സുകളൊക്കെ കൊടുത്തുകൊണ്ട് ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത് ഇതിലൊരു വരിയെങ്കിലും
എൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന, എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥ എന്നുള്ളതല്ല, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആർക്കെങ്കിലും ഒരു കൈത്താങ്ങ് ആവുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതെങ്ങനെ ഒരു പുസ്തകമാക്കാനുള്ള തീരുമാനത്തിലേക്ക് പുസ്തകമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ നേരത്തെ ഇത് FBയിൽ എഴുതിയപ്പോൾ അത് ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതോടുകൂടി നമ്മളാ ചിന്തയിൽ നിന്ന് മാറുകയാണ്. നമ്മളൊരു തീവ്രമായ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ കുറേ എഴുതും, പക്ഷെ പിന്നീട് നമുക്ക് അതെടുത്തിട്ട് വീണ്ടും ഒന്ന് ചിക്കിച്ചികഞ്ഞ് എഴുതണമെന്ന് അതിനൊരു പ്രത്യേക താല്പര്യം, ഇൻട്രസ്റ്റ് വേണം. ആ സമയത്ത് എഴുതുന്ന പോലെ അല്ല അത്. അതിന് താല്പര്യം കൂട്ടിയത് ഭയങ്കര റിലീഫാണ്. ആണ് ചിന്തകൾ മുഴുവനും അതിലാണ്. പക്ഷേ ഇതിന് വീണ്ടും നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് ഹാറൂൺ കെയാണ് ഒന്ന്. അതെ, പിന്നെ കുറേ ആളുകൾ FBയിലുള്ള കുറേ ഫ്രണ്ട്സും. അപ്പോൾ ഹാറൂൺ ക പ്രത്യേകിച്ചും ഷാർജ ബുക്ക് ഫെയർ വരികയാണ്, നമുക്കൊരു പുസ്തകം ഇത് ഒന്ന് ക്രോഡീകരിച്ചുകൂടെ എന്ന് ചോദിച്ച് അങ്ങനെയാണ് വീണ്ടും അതിലേക്ക് ചിന്തിക്കുന്നതും ഒരു 2 മാസം വീണ്ടും അതിനുവേണ്ടി ഒഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ബുക്ക് ഫെയർ തുടങ്ങുന്നതിൻ്റെ ഒരു 10 ദിവസം മുമ്പാണ് ഇത് പ്രസ്സിലേക്ക് കയറുന്നതും പിന്നെ ആ കാര്യങ്ങളൊക്കെ ഫൈനലാവണം. അതായത് 2025 ഒക്ടോബറിനാണ് അത് മൊത്തത്തിൽ വർക്ക് പൂർത്തിയായിട്ട് പൂർത്തിയാണ്. അതിന് മുമ്പ് 2 മാസം ഇരുന്നിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പുസ്തകം ഷാർജ ബുക്ക് ഫെയറിൽ പബ്ലിഷ്ഡ് ആയി, പ്രകാശിതമായി. അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. എങ്ങനെ അനുഭവപ്പെട്ടു? നമ്മളത്രയും കാലത്തെ അനുഭവങ്ങളും എഴുത്തൊക്കെ അവിടെ അങ്ങനെ അത്തരം വേദിയിൽ പ്രകാശിതമാകുന്ന സമയത്ത് അത് നമുക്ക് കിട്ടുന്ന വേറൊരു അനുഭൂതിയാണ്. നമ്മളുടെ ഒരു രചന അത് പുറത്തു വരിക എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ പുസ്തകം കയ്യിൽ കിട്ടിയപ്പോഴാണ് ഇത് ഇത്ര കട്ടി ഉണ്ടായിരുന്നോ എന്ന് ഞാൻ പോലും ചിന്തിച്ചത്. കാരണം 230 പേജുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ ഇതിൻ്റെ കനം വരില്ല. പേജുകൾ ചിലപ്പോൾ മനസ്സിലുണ്ടാവും, പക്ഷെ പടച്ചവന് ഇത് ആളുകൾ വായിക്കുമോ എന്നുള്ളൊരു പേടി തോന്നിയിരുന്നു. പക്ഷെ എന്തായിരുന്നാലും ഷാർജ ബുക്ക് ഫെയറിൽ അത് പ്രകാശനം ചെയ്യുന്നത് കണ്ടപ്പോൾ അത് പ്രകാശനം ചെയ്ത ഉടനെ തന്നെ കുറേ റിവ്യൂസ് നമുക്ക് കിട്ടി. ഇത് വായിച്ച് തുടങ്ങിയിട്ട് താഴെ വെക്കാൻ കഴിയാത്ത രൂപത്തിൽ വായിച്ചിട്ടുള്ള വലിയ നല്ല റിവ്യൂസ് നമുക്ക് കിട്ടി. ഇൻഷാ അല്ലാഹ് അത് പുടവയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ആദ്യത്തെ ആഫീസാറെ കൂടെ ഇരുന്നുള്ള സിറ്റിങ്ങിൽ ഒരു പുസ്തകം കുട്ടികൾക്ക് വേണ്ടി എഴുതണം എന്ന് ഞാൻ ആഗ്രഹിച്ചപ്പം പടച്ചോൻ തീരുമാനിച്ചത് ഈ പുസ്തകം എഴുതാനാണ്. ഇനിയും പൂക്കുന്ന ജീവിതം എഴുതാനാണ് തീരുമാനിച്ച. ആ എഴുത്ത് പിന്നെ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, അത് പൂർത്തീകരിച്ചില്ല. ഇപ്പോഴും മനസ്സിൽ കിടക്കുകയാണ്. പക്ഷേ അതിന് പകരം പടച്ചോന് വേറൊരു പുസ്തകം എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പോൾ ഞാനിത് ചില ഭാഗങ്ങൾ വായിച്ചു നോക്കുന്ന സമയത്തും എഴുത്തിൻ്റെ ഒഴുക്ക് ഭയങ്കര മനോഹരമാണ്. ഫേസ്ബുക്ക് എഴുത്തും അതിനെ ഇപ്പോൾ വീണ്ടും ക്രമീകരിച്ചാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഒഴുക്ക് വളരെ മനോഹരമാണ്. കാരണം ജീവിതബന്ധിയായ വിഷയങ്ങളാണല്ലോ അവതരിപ്പിക്കുന്നത്, ഒരു കാൽപ്പനിക സാങ്കല്പിക വിഷയങ്ങൾക്കപ്പുറം. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകതയും ഒരു നനവും ഒരു ജീവനും ഒക്കെ ഇതിൻ്റെ വാക്കുകൾക്കുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ വീടും പരിസരങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു വർഷം എന്താ പറയുക, ഇവിടെ നിങ്ങൾ രണ്ടുപേരും മാത്രമായ സമയത്ത് ഇവിടെ ഈ വീടിനെ കുറച്ച് നനവുള്ളതൊക്കെ ആക്കാൻ, വീടിനെ കുറച്ച് ഒന്ന് ജീവിപ്പിക്കാൻ, ഇവിടെ നിരാശയുടെ എലമെൻറ്റുകളൊന്നും ഇല്ലാതിരിക്കാനും ജീവിതത്തിൻ്റെ മുഴുവനായിട്ടുള്ളൊരു ഹോപ്പ് അല്ലെങ്കിൽ പൂക്കുന്ന ജീവിതം ഉണ്ടാക്കാനൊക്കെ വീടിനെ ക്രമീകരിച്ചിട്ടുള്ളത് പോലും എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നി. നമുക്ക് നിങ്ങൾ പ്രത്യേകം ഒരുക്കിയ നമുക്ക് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഇതിലൊരു ചാപ്റ്റർ ഈ അയക്കേണ്ട പിരികൾ എന്നുള്ളൊരു ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ പിരികൾ എന്ന് പറയുന്നത് സ്ട്രെസ്സിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ സ്ട്രെസ്സ് മുഴുവനും പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് കുറച്ച് തന്നിട്ടുള്ള ഒരാളിതാണ്, നമ്മുടെ ജീവിതോപാധിയാണ്. അതേപോലെ തന്നെ എൻ്റെ ഉമ്മച്ചിയും കൂടിയാണ്. ഇവർ രണ്ടാളുമാണ് കട്ടക്ക് സപ്പോർട്ട് നിന്നത്. 4 മാസവും ഉമ്മയും കൂടെ തന്നെ അവിടെയാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി തന്നുകൊണ്ട് നമ്മളുടെ ഇപ്പോൾ രോഗിയെ എങ്ങോട്ട് കൊണ്ടുപോകണം, ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോകണം എന്ന് ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ കൂടെയുള്ള ആളുകളുടെ സൗകര്യമാണ് പലരും ചിന്തിക്കുക. യഥാർത്ഥത്തിൽ രോഗിയാണ് ഏറ്റവും പ്രധാനം. അയാൾക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളത്. കൂടെ നിൽക്കുന്ന ആളുകൾ,
ഇവർ രണ്ടുപേരും എങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിലും അതിന് തയ്യാറാണ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് അടിക്കാൻ കഴിയില്ല ജീവിതത്തിൽ. അപ്പോൾ സാഹചര്യങ്ങളാണ് സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ് ആക്ച്വലി. അപ്പോൾ സ്ട്രെസ് ഇപ്പോഴുള്ളൊരു പ്രശ്നം, നമ്മളിപ്പോൾ ഭക്ഷണത്തിനൊക്കെ കുറ്റം പറയുമെങ്കിലും സ്ട്രെസ്സ്, ക്രോണിക്കൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് പല അമേരിക്കൻ്റെ പുതിയ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നതാണ്. അത് ക്യാൻസറും അറ്റാക്ക് വരുന്നതൊക്കെ ഈ സ്ട്രെസ്സാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഇത് റിലീഫ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ നമ്മളുടെ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെയും കൊടുക്കേണ്ടത്. അപ്പോൾ സംഘടനാ രംഗത്തൊക്കെ ഈ സ്ട്രെസ് ഉണ്ടാവും, പക്ഷെ അത് നല്ലതാണ്, നല്ല സ്ട്രെസ് ഉണ്ടാവും. പക്ഷെ ക്രോണിക്കൽ അതെ യെസ്, അത് ക്രോണിക്കായി കഴിഞ്ഞാലുള്ള പ്രശ്നം നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് ആളുകളെ തിരിച്ചു കൊണ്ടുവരിക, പടച്ചവൻ്റെ ചിന്തയിലേക്കും അള്ളാഹുവിൻ്റെ ദിക്റിലേക്കും ഒക്കെ തിരിച്ചുകൊണ്ട് നിസ്കാരവും ആ നിലയിലേക്ക് കൊണ്ടുവന്നിട്ട് അതിന് പ്രാക്ടിക്കൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ, നേരത്തെ ചോദിച്ചല്ലോ, അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് വേറെ വർക്കൊന്നുമില്ല, പ്രത്യേകിച്ച് വലിയ പണികളൊന്നും എടുക്കാൻ കഴിയില്ല, എഴുത്തുകുത്തുകൾ ഇങ്ങനെ നടക്കും എന്നുള്ളതല്ലാതെ പുറത്തിറങ്ങി വർക്ക് ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് നമ്മളുടെ ഇരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കുറേ സ്ട്രെസ് ഉണ്ടാവും. അത് റിലീഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വർക്കിൽ ഏർപ്പെടുക എന്നുള്ള നിലക്കാണ്. അതെ, അതിന് ഒരുപാട് സ്ഥലമൊന്നും ആവശ്യമില്ല നമുക്ക്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഒരു 12 സെൻറ്റ് സ്ഥലത്താണ്, ചെറിയ വീടാണ്, പിന്നെ എല്ലാ സൗകര്യങ്ങളും അത്യാവശ്യം ഉണ്ട് പഠിച്ചോ സഹായിച്ചിട്ട്. അപ്പം ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ കളിക്കാനും നമുക്ക് ഇടപെടാനും നമുക്ക് ഭക്ഷണം കൊടുക്കാനും സ്നേഹിക്കാനും താലോലിക്കാനൊക്കെ പറ്റുന്ന കുറേ പെറ്റ്സിനെ നമ്മൾ സംവിധാനിച്ചു. അവിടെ മുയലുകളുണ്ട്, പ്രത്യേക അതെ മുയലുണ്ട്, പിന്നെ ലവ് ബേർഡ്സ് ഉണ്ട്, പ്രാവുണ്ട്, മീനെ വളർത്തുന്നുണ്ട്, കോഴികളുണ്ട്. അതിൻ്റെ കൂടെ കുറേ കൃഷിയും കാര്യങ്ങളും ചെടിയൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത് ഇയാളാണ്. അപ്പോൾ അങ്ങനെ അതുമായിട്ട് നമ്മളങ്ങ് ഇടപഴകുമ്പോൾ വേറെന്തിനാ നമ്മൾ വേറെ ബാക്കിയുള്ള സംഗതികൾ നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ കഴിയുമല്ലോ, ആ നിലക്ക് ചെയ്യാം എന്നുള്ളത് ചിന്തിച്ചപ്പോഴാണ് നമ്മളതിലേക്ക് നീങ്ങിയിട്ടുള്ളത്. യെസ്. ഇപ്പോൾ സ്ട്രെസ്സിൻ്റെ വിഷയം പറയുമ്പോൾ 2 കാര്യമാണ് സൂചിപ്പിച്ചത്. ഇപ്പോൾ ഒന്ന്, കൂടെയുള്ള ആളുകൾക്ക് ഒപ്പമുള്ള ആളുകളുടെ സ്ട്രെസ്സിനെ കുറക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ മനുഷ്യർക്ക് അത്തരത്തിൽ വലിയ രീതിയിൽ സഹായിക്കാൻ പറ്റുന്നതാണ്. അത് മ്യൂച്വലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ഞാനൊരാളെ അത്തരത്തിൽ മാനസികമായി സഹായിക്കുന്നുവെങ്കിൽ അയാൾ എന്നുള്ള മാനസിക ബന്ധം എനിക്കും ലഭിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ലഭിക്കുന്നുള്ളതാണ്. ഒപ്പം തന്നെ നമ്മൾ എവിടെയാണോ എങ്ങനെയാണോ ഉള്ളത് അതിനെ മനോഹരമാക്കുക എന്നുള്ളതാണ്. ആ സാഹചര്യത്തിന് വേറെ ഏതെങ്കിലും സാഹചര്യത്തിലേക്ക് പോയാൽ മാത്രമേ സ്ട്രെസ് റിലീഫ്ഡ് ആവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ അവസ്ഥയെ ഏറ്റവും മനോഹരമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ മനോഹരമാക്കിയ വീട്ടിലൊരു ഇടം കാണാൻ നമുക്ക് പോവാം. ഇതാണ് ഷാനവാസ്കിൻ ടീച്ചറും പ്രത്യേകം ഒരുക്കിയ അവരുടെ ഈ വീടിനെ മനോഹരാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയ സ്ട്രെസ് റിലീഫിനും മറ്റൊക്കെ ഉപകരിക്കുന്ന അവരുടെ കേന്ദ്രം. ഇപ്പം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്, എന്തൊക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്? ഇവിടെ ഒരുക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, സ്ഥലത്തിൻ്റെ പകുതിയും നിൽക്കുന്ന വീടാണ്, പക്ഷേ വളരെ കുറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് ഉള്ള സമയത്തും കൊണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ മുയലുകളുണ്ട്, പിന്നെ പ്രാവ്, ലവ് ബേർഡ്സ്, പിന്നെ അവിടെ മീനിൻ്റെ കുളമുണ്ട്. അതിൽ നമുക്ക് അക്വപോണിക്സ് വഴി നമുക്ക് പച്ചക്കറി ഉണ്ടാക്കാം. കുറച്ചുണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഇവിടെ വെയിലിൻ്റെ കുറവുകൊണ്ട്
പോയതാണ്. പിന്നെ കോഴികളുണ്ട്, ഇനി കാട അങ്ങനെയുള്ള സംഗതികൾ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഹെൽത്തിന്, നമ്മളെ ആരോഗ്യത്തിനുള്ള സംഗതികളും കിട്ടും. പിന്നെ ഇതിൽ നിന്ന് വലിയ വരുമാനങ്ങളൊന്നും അല്ല, പക്ഷെ നമ്മളെ മൈൻഡ് ഒരുപാട് ഫ്രീ ആവും. റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് എന്നുള്ള അർത്ഥത്തിലല്ലേ. ഓക്കെ, ഇപ്പോൾ ഇതിനൊക്കെ ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നോക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും തന്നെയാണോ? ഞങ്ങൾ ഒരാളാണെന്ന് പറഞ്ഞാൽ ചിലപ്പം പ്രശ്നമാവണ്ടല്ലോ. രണ്ടുപേരും തുല്യരാണ് ഈ വിഷയത്തിൽ. ഇപ്പോൾ ഒരാൾ ചെടിയുടെ പാട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുമെങ്കിൽ ഞാനിപ്പോൾ പെറ്റ്സിൻ്റെ ഭാഗം നന്നായിട്ട് ശ്രദ്ധിക്കും. രണ്ടാൾക്കും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, പെറ്റ്സ് ഇപ്പോൾ പ്രാവ്, ലവ് ബേർഡ്സ്, അതുപോലെ തന്നെ മുയല്, പിന്നെ കോഴി, ഫിഷ്, മീനാണുള്ളത്. ചെടികൾ എന്തൊക്കെയാണുള്ളത്? ചെടി മുന്നിലാണുള്ളത്. ഇവിടെ കുറച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് ഇലച്ചെടികളാണ് കൂടുതലായിട്ട്. എനിക്കിഷ്ടം ഇലച്ചെടികളാടാ. അപ്പൊ ഇലച്ചെടികളാണ് കൂടുതലായിട്ടുള്ളത്. ഇനിയും പൂക്കുന്ന ജീവിതമാണെങ്കിലും ഇലകളാണ് ജീവിതത്തിൽ കൂടുതലുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് കമ്പോസ്റ്റ് ആക്കിയിട്ട് അതാണ് എല്ലാത്തിനും വളമായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്നും വെറുതെ കളയുന്നില്ല. പിന്നെ മീനിൻ്റെതായാലും അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ വെള്ളം എല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ഫ്രൂട്ട്സും പിന്നെ മുയലിന്റെ കാഷ്ടം, കോഴിക്കാഷ്ടം ഒക്കെ കൃഷി. പിന്നെ നമ്മള് നോക്കാൻ വേറൊരു സ്ഥലത്തിന്റെ ആവശ്യമില്ല, ഇവിടെ തന്നെ സ്ഥലത്തൊക്കെ അത് അവിടെയൊക്കെ വേസ്റ്റ് ബിന്നുകളുണ്ട്. പിന്നെ അതിലൊക്കെ എന്താണ് നമ്മളെ വേസ്റ്റുകളാക്കും. അത് കുറച്ച് കഴിഞ്ഞാൽ നല്ല വളമായിട്ട് വരും. ഒന്നാമത്തത് നമ്മൾ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ആളുകൾക്ക് ശല്യം ഉണ്ടാവാനും പാടില്ല, അവർക്ക് സ്മെല്ല് ഉണ്ടാവാൻ പാടില്ല. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ വേസ്റ്റ് കമ്പോസ്റ്റ് വളരെ നമ്മളെ സമാധാനത്തിന് വേണ്ടി ഒരുക്കുന്ന കാര്യം വേറൊരാളുടെ സമാധാനം കെടുത്താൻ പാടില്ലല്ലോ. ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എറണാകുളത്ത് മെട്രോയിലൊക്കെ പോകുമ്പോൾ ചില ഫ്ലാറ്റുകൾ നമ്മൾ അത്ഭുതപ്പെട്ടു വരുന്നുണ്ട്. ഒരു ഫ്ലാറ്റ് മൊത്തം ചെടികളും മരങ്ങളുമാണ് നോക്കുമ്പോൾ, കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവരൊക്കെ ഫ്ലാറ്റ് ജീവിതമാണെങ്കിലും ഒരു കുഞ്ഞു ലോകത്ത് അവരുടേതായ വലിയ കാടുകളൊക്കെ വളർത്തിയിട്ട് അവർ ജീവിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളുള്ള ആളുകൾ യാതൊന്നും ശ്രദ്ധിക്കാതെ അത് മെയിൻറ്റെയിൻ ചെയ്യാതെ ഇട്ടത് കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലം കിട്ടിയാൽ നമ്മൾ ചെയ്യണ്ടാവില്ല, പക്ഷെ ചെറിയൊരു സ്ഥലമെങ്കിലും നമുക്കിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വളർത്തിയെടുത്താൽ അത് ഒരുപാട് ഗുണം ചെയ്യും. ഞാൻ അടക്കമുള്ള ഈ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണെന്നുള്ള കുറേ വിദേശ ഇനം ഫ്രൂട്ട്സ് മരങ്ങളുണ്ട് ഇവിടെ. അബിയുണ്ട്, അതേപോലെ മട്ടോവ ഉണ്ട്, പിന്നെ റംബുട്ടാൻ, ഏറ്റവും നല്ല രൂപത്തിലുള്ള റംബുട്ടാനൊക്കെ നന്നായിട്ട് കായ്ക്കും. പിന്നെ ഇത് ചക്ക, ഇത് വിയറ്റ്നാം കോളനിയ, എപ്പോഴും നമുക്ക് ചക്ക കിട്ടും. ജബോട്ടിക്ക, സപ്പോട്ട, ഫ്രൂട്ടുകൾ അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഇതുപോലുള്ള ഇതിലാണ് ആക്കിയത് തന്നെ. അത് നമുക്ക് വെയിൽ നോക്കിയിട്ട് മാറ്റി വെക്കാൻ തരത്തിലാണ് അങ്ങനെ ചെയ്ത്. അത് നന്നായിട്ടുണ്ടാവും. ഇത്തരം ഒരു സ്ഥലത്തായതുകൊണ്ട് ആ ഒരു വെയിലിന്റെ ഒരു മാറ്റ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നേന്ത്രപ്പഴ കൊല കായ്ക്കുന്നുണ്ട്. വാഴകള് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പേരക്കയും കിട്ടും. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. അത് മതി ജീവിതത്തിൽ. ഒരുപാട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് വലിയ വലിയ പഴങ്ങളൊന്നും കഴിക്കണമെന്നില്ല. നമ്മൾ എൻഗേജ് ചെയ്ത് ഉണ്ടാവുന്ന ഫ്രൂട്ടുകൾ തന്നെ ധാരാളമാണ്, ഇഷ്ടം പോലെയാണ്. ടോട്ടലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വലിയ പാടാണ്. നമ്മൾ ഷഹനാസ് ജീവിതമാണെങ്കിലും ടീച്ചറുടെ ആ ജീവിതത്തിലുള്ള വലിയ ഇൻവോൾവ്മെൻ്റ് ആണെങ്കിലും ഒക്കെ ഒരുപാട് ആളുകൾക്ക് ശരിക്കും ഒരുപാട് റെഫറൻസുകളുണ്ട്. ഇപ്പോൾ ഇത് പല ആളുകൾക്കും പലതരത്തിൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടുന്ന് കേൾക്കാൻ പറ്റുന്ന ശബ്ദങ്ങളൊക്കെ ഈ പ്രയാസങ്ങൾക്കിടയിൽ ഇവർ ഉണ്ടാക്കിയെടുത്തൊരു കൊച്ചു ലോകത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് പ്രതിസന്ധികൾക്കിടയിലും പ്രയാസത്തിനിടയിലും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനെങ്ങനെ തരണം ചെയ്യാൻ പറ്റും, എങ്ങനെ നേരിടാൻ പറ്റും, അതേപോലെ തന്നെ അതിൽ പടച്ചോൻ തന്നിട്ടുള്ള സാധ്യതകൾ എത്ര വിശാലമായിരിക്കും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ജീവിതങ്ങളിൽ പഠിക്കാം. ഇൻഷാ അല്ലാഹ് ഇനിയും ജീവിതം മനോഹരമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ പല പ്രതിസന്ധികളിലൂടെയും പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടാവും. ആത്മാർത്ഥമായി പടച്ചവനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ അത് ചിലപ്പോൾ ഈ ലോകത്ത് നമുക്ക് പ്രയാസമാണെന്ന് തോന്നുന്ന അവസ്ഥകൾ വീണ്ടും 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 വന്നേക്കാം. മത്താ നസ്റുല്ലാ എന്ന് ചോദിക്കുന്നൊരവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ എപ്പോഴാണ് പടച്ചവൻ്റെ സഹായം എന്ന് പോലും അറിയാത്ത ഇത് വന്നേക്കാം. പക്ഷെ എന്നാലും പരലോകം അടക്കമുള്ളതാണല്ലോ ഇസ്ലാമിൻ്റെ ജീവിത വീക്ഷണം. അപ്പോൾ ആ പരലോകം അടക്കമുള്ള വലിയ ജീവിതത്തിൽ പടച്ചവൻ നമുക്ക് അതിനുള്ള നമ്മൾ ശ്രമിച്ചാൽ, നമ്മൾ പടച്ചവൻ്റെ വഴിയിൽ ഉറച്ചു നിന്നാൽ, നമ്മൾ അതിൽ പടച്ചവൻ നൽകിയ നന്മയുടെ വഴി കണ്ടെത്താൻ ശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് പടച്ചവൻ അതിൻ്റെ പര്യവസാനം നമുക്ക് അത്ര മനോഹരമാക്കി തരുമെന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് അത്തരത്തിൽ വിശ്വസിക്കാം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഷഹനാസ്കയുടെ ബുക്ക് ഇനിയും പൂക്കുന്ന ജീവിതം, അത് എല്ലാവർക്കും പ്രത്യേകം സജസ്റ്റ് ചെയ്യാണ്. അത് വായിക്കാൻ സമയക്കുറവുള്ള ആളുകളാണെങ്കിൽ പോലും
കയ്യിലൊന്ന് വാങ്ങി സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഒഴിവുണ്ടാകുന്ന സമയത്ത് 1-2 ചാപ്റ്ററുകൾ വായിച്ചാൽ പോലും നമ്മളത് വീണ്ടും വായിക്കാൻ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള എഴുത്താണ്, അത്തരത്തിലുള്ള ജീവിതാനുഭവമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആകർഷണ ശൈലി ആ പുസ്തകത്തിൻ്റെ കണ്ടന്റിനും ശൈലിക്കും ഉണ്ടെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഞങ്ങളുടെ കൂടെ ഇത്തരം സമയം ചെലവഴിച്ചതിന്. പക്ഷേ ഇനിയും ജീവിതത്തിൽ വലിയ നന്മകളും ഹൈറുകളും നൽകി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാം പഠിച്ച സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.